ഹലോ ഗേസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറെ പേരെ മണ്ടത്തരങ്ങൾ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുകയാണ്. എനിക്ക് എന്തു പറയാനാണ്. നമ്മുടെ സുരേഷ് ഗോപിയുടെ കലിംഗ സംവാദവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും. ഒരാൾക്ക് വീട് കിട്ടി, നമ്മുടെ കരുവന്നൂർ ബാങ്കിൽ നിന്ന് 10,000 രൂപയും കൂടെ കിട്ടി. ഈ പൈസ ബാങ്ക് ചുമ്മാ ദാനം കൊടുത്തതല്ല, ലോൺ കൊടുത്തതല്ല. അവർക്ക് ആൾറെഡി കിട്ടാറുണ്ട്. 1,70,000-ഓളം രൂപ കിട്ടാനുള്ളതിൽ നിന്നാണ് 10,000 രൂപ ഈ പിച്ച കൊടുക്കും പോലെ കൊടുത്തത്. അത് സഖാക്കളൊക്കെ ഇടപെട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു വിവാദം ഉണ്ടായപ്പം ആ ബാങ്കിന്റെ കണ്ണു തുറന്നു. അപ്പം അനന്തവല്ലിക്ക് അർഹതപ്പെട്ട സമയമാണ് കൊടുക്കാനുള്ളതെന്ന് കരുതി അവരെല്ലാരും കൂടെ സംയോജിച്ച് അങ്ങ് പൈസ അങ്ങ് കൊടുത്തതാണ്. അയ്യോ, ഇത് ഇവന്മാരൊന്നും ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? ഇവന്മാർക്കൊന്നും തലയ്ക്കകത്ത് ഓളങ്ങളൊന്നുമില്ലേ? ഞാൻ ആ ന്യൂസ് ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കേട്ട് നോക്കി. നിങ്ങൾ ആ വീഡിയോ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ ഒരു പൈസ ഈ ബാങ്ക് പിടിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ ഫുൾ പൈസയാണ്, അവർ നിക്ഷേപിച്ചിട്ടുള്ള പൈസയാണ് ഇത്രയും നാളുമായിട്ട് കൊടുക്കാതിരിക്കുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു 10,000 രൂപ പിച്ചെടുത്ത് അങ്ങ് കൊടുക്കുന്നത്. വേറെ എന്തോ വലിയ മറ്റേ മലമറിക്കുന്ന സംഭവം കണക്ക്. ഇത്രയും നാള് ഈ ഒരു വലിയൊരു ഇഷ്യൂ നടന്നിട്ട് ഭരിക്കുന്ന ഗവൺമെന്റ് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനിയിപ്പോ ഇതിനകത്തോട്ട് ഞാൻ പിന്നെ ഈ ഒരു ശാഖയും ബാങ്കിന്റെയും ഈ ഒരു പണമിടപാടും ബന്ധപ്പെട്ട് സാധാരണക്കാരെ പറ്റിച്ച വിഷയത്തിലൂടെ ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ഞാൻ ഒരു ന്യൂസ് പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. സുരേഷ് ഗോപി നിരസിച്ച ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് 10,000 രൂപ മടക്കി നൽകിയിരിക്കുന്ന വാർത്തയിലേക്ക്, പ്രതികരണത്തിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു. CPM പ്രവർത്തകരാണ് ആനന്ദവല്ലിയെ വിളിച്ചുകൊണ്ടുപോയി 10,000 രൂപ വാങ്ങി നൽകിയത്. 1,75,000 രൂപയാണ് ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് നൽകാനുണ്ടായിരുന്നത്. സുരേഷ് ഗോപിയെ കാണാൻ പോയ സമയം ബാങ്ക് അധികൃതരെ കണ്ടിരുന്നുവെങ്കിൽ പണം നേരത്തെ കിട്ടിയേനെ എന്നാണ് ആനന്ദവല്ലി പ്രതികരിച്ചത്. പ്രതികരണം കൂടി കേൾക്കാം. കണ്ടറന്തറ പോയി സുരേഷ് ഗോപിനെ കണ്ട നേരത്തെ എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയേനായിരുന്നു. ബാങ്കിന്റെ ആളുകളെ കണ്ടു, എനിക്ക് കാശ് കിട്ടി, വളരെ സന്തോഷമായി. മരുന്ന് മേടിക്കാൻ കാശായി. ഇനി ആവശ്യമുള്ളപ്പോഴത്തേക്ക് അവരെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജുരാജ് ഉണ്ട്. അഞ്ജുരാജ്, കഴിഞ്ഞ ദിവസം കൊച്ചുവേലായുധൻ എന്ന വൃദ്ധനെ അപമാനിച്ചു, അദ്ദേഹത്തിന് വീട് വെച്ച് നൽകുമെന്ന് CPM പിന്നീട് പറഞ്ഞു. ആനന്ദവല്ലിക്ക് ആക്ഷേപം നേരിട്ടു. ഇപ്പോൾ അവരെ ബാങ്കിൽ കൊണ്ടുപോയി CPM പണം വാങ്ങി നൽകി. ഇനിയും പണം കിട്ടാനുണ്ട്, അതുകൂടി കിട്ടുമോ? ഇപ്പോഴെന്തായാലും CPM ഈ സംഭവം ഉണ്ടായി, ഈ കലിംഗ സംവാദം ഉണ്ടായി അപമാനിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ CPM പ്രാദേശിക മാപ്രാണത്തെ CPM ലോക്കൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ ആനന്ദവല്ലിയുടെ വീട്ടിലെത്തിയിരുന്നു, സംസാരിച്ചിരുന്നു. തുടർന്ന് അവർ തന്നെ ബാങ്കുമായി സംസാരിക്കുകയും ചെയ്തു. ബോധവും വിവരവും ഇല്ലാത്തത് ഒരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്നവരോടൊക്കെ എന്ത് പറയാനാണ്? സത്യം പറഞ്ഞാൽ ഈ ഒരു സുരേഷ് ഗോപി എന്ന മന്ത്രിയുടെ ഈ കലിംഗ സംഭവം കൊണ്ട് ഇതുവരെ ചെയ്യാൻ പറ്റാത്ത രണ്ടുപേര്, ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് രണ്ടുപേർക്ക് വേഗത്തില് കാര്യങ്ങൾ നടന്നുപോയി. ബാക്കി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് വിവാദമായിട്ട് പൊട്ടിപ്പുറപ്പ ഈ രണ്ട് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കറക്റ്റായിട്ട് ഈ ഒരു സംഭവത്തിനകത്ത് വന്നിട്ടുള്ളത്, ആർക്കൊക്കെ എന്തൊക്കെയാണ് ഉപകാരപ്പെട്ടത്, അതിനെക്കുറിച്ചൊന്നും ന്യൂസ് ഇല്ല. ഈ 2-3 ദിവസമായിട്ട് നടന്ന ഈ ഇടയിൽ ഈ ഒരു 2 സംഭവങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത്, അതിന് പിന്നെ ഹൈലൈറ്റ് ചെയ്തൊരു വിവാദം ആയപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഭരണപക്ഷവും. അവർക്ക് അപ്പം പെട്ടെന്ന് ഉടനടി ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ അങ്ങ് നഷ്ടപ്പെട്ടു. ഇത് ചെയ്താലല്ലേ ഇവർക്ക് ഒരു ജയ് കിട്ടത്തുള്ളൂ. അത് കുറെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുറെ മൊണ്ണകള്, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മൊണ്ണകളുണ്ട് കുറെ എണ്ണം. അവന്മാർക്ക് എന്നാ ഞാൻ പോയി, ചിലമാര് കമന്റ് ഇടുന്നത്, എന്നാ ഞാൻ പോയി ട്യൂഷൻ എടുത്തു കൊടുക്കും. അങ്ങനെ ഇപ്പോഴും മറ്റേതാണ് മറ്റേ വലിയ സാധനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ മൊണ്ണകളുണ്ടല്ലോ, പറഞ്ഞാലും മനസ്സിലാവട്ടെ മന്ദ ബുദ്ധികള്. അവരുടെ വിചാരം ഒരു പാർട്ടി എങ്ങനെ മുന്നിട്ട് നിൽക്കുകയാണ്. ആ സുരേഷ് ഗോപി അപമാനിച്ച ഉടനെ തന്നെ പാർട്ടി മുന്നിട്ട് എല്ലാം ചെയ്തു കൊടുത്തത്. സത്യം പറഞ്ഞത് ആരാണ് ചെയ്ത് കൊടുക്കാനുള്ളത്? നേരത്തെ വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാതെ തിരിഞ്ഞു നോക്കാതെ ഉള്ള നിന്നിട്ട് ഇപ്പം വന്ന് ചെയ്തിട്ട് കയ്യടി വാങ്ങിക്കാൻ നോക്കണം. ഈ ഒരു ബാങ്കിന്റെ കേസിൽ നോക്കുമ്പോൾ ഈ ഒരു സാധാരണക്കാരുടെ ഇത്രയും പൈസ അവര് കാലങ്ങളായിട്ട് ഓരോരു ജോലി ചെയ്ത് സമ്പാദിച്ച പൈസ നിക്ഷേപിച്ച് അതൊരു വലിയ തുകയായപ്പം അവർക്ക് ആവശ്യ സമയത്ത് അവർ വിഡ്രോ ചെയ്യാൻ നോക്കിയ സമയത്ത് അവർക്ക് പറ്റത്തില്ല. പിന്നെ ആ പൈസ തിരിമറി അത് ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങ് കിടന്ന് കളിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു വിവാദ സമയത്ത് പൈസ ചോദിച്ചപ്പോൾ 10,000 രൂപ എടുത്ത് കൊടുത്തിട്ടുണ്ട്. CPM സഖാക്കളൊക്കെ ഇടപെട്ട് ബാങ്കിന്റെ ഉദ്യോഗസ്ഥർക്കൊക്കെ അതൊരു കൊടുക്കേണ്ട സമയമാണെന്ന് അവര് മനസ്സിലാക്കി, ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള പൈസയാണെന്ന് മനസ്സിലാക്കി. അയ്യോ, ഉളുപ്പും മര്യാദയില്ലാത്ത എന്റെ ഇവന്മാരൊക്കെ സത്യം പറഞ്ഞാൽ നല്ല തെറിയാണ് പറഞ്ഞത്. പക്ഷെ പറയുന്നില്ല തൽക്കാലം. ഇതിങ്ങനെ എല്ലാരും കാണണല്ലേ, അപ്പൊ ഇതിനകത്ത് ഇത്രയും ഇങ്ങനെ ചീത്തയെന്ന് വിളിക്കാൻ പാടില്ലല്ലോ. അവരൊറ്റ കാര്യം കൊണ്ടാണ് ഇങ്ങനെ കടിച്ചേർത്ത്, ബാക്കിയൊക്കെ നിങ്ങൾ പൂരിപ്പിച്ചോ. ഇതൊക്കെ എന്ത് പറയാനിടേ?
ഒരാൾക്ക് കിട്ടാനുള്ള അവരെ പൈസയാണ് കിട്ടാനുള്ളത്. അത് കൊടുക്കാതെ ഈ ഒരു സംഭവം നടന്നപ്പോൾ അതിൽ നിന്നൊരു 10,000 രൂപ ഇപ്പൊ ആവശ്യമുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞ് 10,000 രൂപ പിച്ചി കൊടുക്കണം. എന്തിന് പിച്ച കൊടുക്കണതാ? കൊടുക്കണേ കൊടുത്ത് ആ ഫുൾ പൈസ കൊടുക്കാനുള്ളത് ഓൾമോസ്റ്റ് 2 ലക്ഷത്തോളം രൂപയുണ്ട്. ആ പൈസ ഫുള്ളും കൊടുക്കാത്തത് പിന്നെ അവന്മാര് ഇതിന് 10,000 രൂപ കൊടുത്ത്, എന്നിട്ട് അത് ഉള്ള എല്ലാം മാപ്ര കുറെ ഉണ്ടല്ലോ അവന്മാരെ സപ്പോർട്ട് ചെയ്യണ കുറെ റിപ്പോർട്ടർ, അതിനകത്തൊക്കെ മൊട്ടയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഘോരം പറയാണ് എന്തോ മറ്റേ വലിയത് ചെയ്ത കണക്ക്. വേലായുധൻ ചേട്ടന് വീട് കൊടുത്തതും ഈ 10,000 രൂപ പിച്ചെടുത്ത് കൊടുത്തതും ഉളുപ്പില്ലാതെ ഈ ഈ ഭരണപക്ഷം പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യണ മീഡിയകള് അങ്ങ് എടുത്തിട്ട് അങ്ങ് ന്യൂസ് അങ്ങ് പെരുപ്പിച്ച് തള്ളി അങ്ങ് ഇടയാണ്. ബോധവും വിവരവും ഇല്ലാതെ അവന്മാരെയൊക്കെ തലയ്ക്കകത്തൊക്കെ ചാണകമാണെന്ന് തോന്നുന്നു. ചാണകം പിന്നെയും സത്യം പറഞ്ഞാൽ വാഴയ്ക്കൊക്കെ വളമായിട്ട് നല്ല സാധനമാണ്. ഇത് അതല്ല, ഇത് എന്തെന്ന് പറയാനിടേ, തലയ്ക്കകത്തൊക്കെ ശൂന്യമാണെന്ന് തോന്നുന്നു, ശൂന്യം. അതിന് സപ്പോർട്ട് ചെയ്യണ കുറെ അവന്മാരെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞ അവന്മാരെ കാണും മറ്റേ തെരണ്ടി വാലിനെ അടിക്കണം, കുനി ചേർത്തിയിട്ടേ നല്ല രീതിക്ക് ചമക്കെന്ന് കൊടുക്കണം. അങ്ങനെയെങ്കിലും ഉമ്മാർക്ക് തലയിൽ ബോധം വരുമെന്തോ, ബോധവും വെട്ടമൊക്കെ വരുമെന്തോ. അയ്യയ്യയ്യയ്യേ, നാണവും ഇല്ലാത്ത ഓരോരോ അലവലാദികളെ കാര്യം എന്ത് പറയാനാണ്. ഇത്രയും കാലമായിട്ട് ഗവൺമെന്റിന് ഒന്നും ചെയ്യാനില്ലേ. ഈ ഒരു ആനന്ദവല്ലി എന്നുള്ളൊരു കേസ് മാത്രമല്ല, ആനന്ദവല്ലിയെ പോലെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇപ്പോഴും പൈസ കിട്ടാക്കടമായിട്ട് കിടക്കുകയാണ്. എന്നിട്ട് ഉമ്മാരെന്തിനാണ് ഈ കരുവന്നൂർ ബാങ്ക് എന്ന് പറയണേ? സാധാരണക്കാരെ പൈസയൊക്കെ പറ്റിച്ച് കൊടുക്കാതെ ഇത്ര നേരം ഹോൾഡ് ചെയ്ത്, ബാങ്ക് അല്ല ഇത്, മറ്റേ കൊള്ള സ്ഥാപനമാണത്. അതിനെ അനുകൂലിക്കുന്ന കുറേമാരും എന്ത് പറയാനാണ്. എന്നിട്ട് ആ ഒരു ന്യൂസിൽ പിന്നെ അത് അവർക്ക് ഒരു പ്രായമുള്ള ഒരു സ്ത്രീ അറിവില്ലായ്മ കൊണ്ട് പറയണതാണ് പക്ഷെ അത് വാചകം. ഈ ഒരു സമയം, അതായത് സുരേഷ് ഗോപിയെ കാണാൻ പോയ സമയം ബാങ്കിലോട്ട് നേരിട്ട് ചെന്നിരുന്നെങ്കിൽ പൈസ കിട്ടിയേനെന്ന്. ഉണ്ടം പോയിട്ട് നല്ല ഗോതമ്പുണ്ട ഉണ്ടല്ലോ, അത് കിട്ടും അവിടെ നിന്ന്, ഗോതമ്പുണ്ട. ഈ നാട് ഇത് എങ്ങോട്ടാണ് പോണത്? ഇവരൊക്കെ ചെന്ന് പറയണ കേട്ട് കഴിഞ്ഞാൽ തോന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആണ് ഇവരെ നിന്നൊക്കെ പൈസ വാങ്ങിച്ച് വെച്ചിട്ട് കൊടുക്കാതിരിക്കണേന്ന്. അമ്മാതിരി സംസാരമാണ് ഇവരൊക്കെ സംസാരിക്കണേ. ഉള്ള എല്ലാ സഹാക്കങ്ങളും ഇതുപോലെ ചെന്ന് അങ്ങോട്ട് കയറി കൊടുത്താൽ മതി. ഇവരൊക്കെ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, അത് അവർക്ക് അങ്ങ് പിടിക്കണില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ സുരേഷ് ഗോപിയുടെ ഈ കലിംഗ് സംഭവത്തിൽ കുറെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, അത് ഇവർക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അതായത് ഭരണപക്ഷത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവര് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അപ്പൊ അതിന്റെ ഇടയിൽ അവർക്കൊന്നും വോയിസ് ഇല്ല. എന്ത് ചെയ്യും, ഏത് ചേട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിഭ്രാന്തപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറെ ചോര തിളപ്പുള്ള കുറെ സഹാക്കളുണ്ടല്ലോ, അപ്പൊ അവരിങ്ങനെ എന്ത് കിട്ടട്ടെന്ന് പറഞ്ഞിങ്ങനെ ഫുൾ ക്യാമറയും വെച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ആ റിപ്പോർട്ടർമാരെ പിന്നെ പറയും വേണ്ട, പിന്നെ എന്ത് വാക്ക് പിഴ വരുന്നു, എന്ത് കേക്കിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് 2 വീണ്. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീഡിയ പ്രസൻസ് നമുക്ക് എങ്ങനെ നമ്മളിലോട്ട് കിട്ടും എന്നുള്ള രീതിക്ക് അങ്ങ് ചെയ്ത് വിടും. അയ്യോ, ഇത് സത്യം പറഞ്ഞ് ഇവരുടെയൊക്കെ കഴിവുകേടാണ് ഇങ്ങനെ തുറന്ന് കാട്ടുന്നത്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സംഭവം വിവാദം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേമാരും അത് വിവാദം വന്നതിന് ശേഷം അത് പെട്ടെന്ന് ചെയ്തു കൊടുത്ത് കയ്യടി വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇതിനെയൊക്കെ എന്തെന്ന് പറയാൻ. അയ്യോ, പോങ്ങന്മാരെ കൊണ്ട് തോറ്റ്. എനിക്ക് ഇതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല. ഇനി പോട്ട്, ഇതുപോലത്തെ മുമ്പ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ എന്താ പറയാ, നടക്കാത്ത കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാവരും കൂടെ മുന്നിട്ട് അങ്ങ് പോട്ടും. അപ്പൊ ഇതുപോലെ സുരേഷ് ഗോപി എന്തെങ്കിലും വലിച്ചു കയറി ഇങ്ങ് വിടും, എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദങ്ങളാവും. അപ്പൊ ഇത് പെട്ടെന്ന് അവർക്ക് ചെയ്ത് നടപ്പാക്കി കിട്ടും. അപ്പൊ എല്ലാവരും പോവുക, പെട്ടെന്ന് പോവുക. അയ്യോ, അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞാൽ ശരിയാവൂല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.